ഓസ്ട്രേലിയയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് 12th കഴിഞ്ഞിട്ട് അവർക്ക് ആദ്യം വരുന്ന ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റായ IELTS ഒരു ഓവറോൾ 7 വരെ ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസാണ് ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോൾ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് നമുക്ക് ആ സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണ്? +2 കഴിഞ്ഞ മിക്ക സ്റ്റുഡൻസിൻ്റെയും ആഗ്രഹമായിരിക്കും ഓസ്ട്രേലിയയിൽ BSc നഴ്സിംഗ് പഠിക്കണമെന്ന്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയയിൽ പഠിക്കണമെങ്കിൽ മിനിമം 7 സ്കോർ IELTSന് ഇൻഡിവിജ്വൽ വേണം. അപ്പം അത് ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് UK ഒരു ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ UK BSc നഴ്സിംഗ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സോ ആ കോഴ്സ് പഠിക്കുമ്പോൾ അവർക്ക് IELTS ഇല്ലാതെ തന്നെ പോകാനായിട്ട് സാധിക്കും. IELTSന് പകരം മെയിനായിട്ട് നോക്കുന്നത് അവരുടെ ഇംഗ്ലീഷ് സ്കോർ. ലൈക്ക് +2 പഠിച്ച സമയത്ത് അവർ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സബ്ജക്റ്റിന് മിനിമം 70% മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അവർക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം UK പോയി ഒരു ബാച്ചുലർ ഓഫ് നഴ്സിംഗ് 3 years കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ ഇനി അവർക്ക് ഓസ്ട്രേലിയയിൽ അവരുടെ ഒരു ഇൻറ്റൻഷൻ ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി ഒരു RN ആണെങ്കിൽ അത് പോസിബിൾ ആണോ? UK BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയൻ ലൈസൻസ് ഈസി ആയിട്ട് കിട്ടും. ഒരു പാത്വേ ഉണ്ട്. ആ ഒരു പാത്വേ വഴി എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയ ലൈസൻസ് കിട്ടും. അപ്പോൾ സാധാരണ ഒരു നഴ്സ് ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ച ഒരു കുട്ടിയാന്ന് വെക്കാം, അവർക്ക് കുറച്ച് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. വലിയൊരു പ്രോസസ്സാണ്, ലെങ്തി പ്രോസസ്സാണ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അത് ചെയ്യുന്ന ആ ഒരു ടൈം പോലും അത് ചെയ്യുന്നതിന് ഏകദേശം ഒരു 1 year വേണ്ടി വരും. പക്ഷേ UK പഠിച്ച ബാച്ചിലർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വിത്തിൻ 2-3 months അവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഒരു എക്സാംസും വേണ്ട. ഓസ്ട്രേലിയയുടെ എക്സാംസ് അത്യാവശ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. NCLEX, OSCE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെങ്തി പ്രോസസ്സാണ്, കുറച്ച് ഡിഫിക്കൽട്ടുമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ഇല്ലാതെ തന്നെ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UK സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ബഡ്ജറ്റ്, എത്ര ബഡ്ജറ്റിൽ ഒരാൾക്ക് BSc നഴ്സിംഗ് പഠിക്കാം ഇവിടെ ഇന്ത്യയിൽ നിന്ന് UK പോയി? നമ്മൾ ഓസ്ട്രേലിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു വർഷം BSc നഴ്സിംഗ് പഠിക്കുന്നതിന് തന്നെ അത്യാവശ്യം മോർ ദാൻ 25 lakhs or 20 ആ ഒരു അടുപ്പിച്ച് വരുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെ ഫീസാണ്. പക്ഷെ നമ്മൾ UK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ UK ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വളരെ കുറഞ്ഞ ഒരു ഫീസിന് തന്നെ സ്റ്റുഡൻസിന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡൻറ്റ് വിസയിൽ BSc നഴ്സിംഗ് എടുക്കാനായിട്ട് സാധിക്കും. 3 വർഷത്തെ കോഴ്സാണ്. സോ ഇപ്പോൾ ഒരു കുട്ടി നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് UK പോകുമ്പോൾ ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീസിൻ്റെ ഹാഫ് അടച്ചിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. ഏകദേശം 8 ലക്ഷം മുതൽ ട്യൂഷൻ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ പോകാനായിട്ട് സാധിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഓസ്ട്രേലിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 വർഷത്തെ കോഴ്സിന് അത്യാവശ്യം നല്ല എമൗണ്ട് ക്യാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവുന്നുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ കൂടി UK ട്യൂഷൻ ഫീസ് അവർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ട്യൂഷൻ ഫീസ് ഹാഫ് സെമസ്റ്ററിൽ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് പാർട്ട് ടൈം ഒക്കെ ചെയ്തിട്ട് അവർക്ക് തന്നെ ബാക്കി ട്യൂഷൻ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം കമ്പയർ ടു ഓസ്ട്രേലിയ UK ഫീസ് കുറഞ്ഞാണ് നിൽക്കുന്നത്, കറക്റ്റാണ്. അപ്പം ഇതുകൂടെ സ്കോളർഷിപ്പും അവർക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ? ട്യൂഷൻ ഫീസ് ഇത്രയും വരുന്നുണ്ടെങ്കിലും ഇതിനകത്തുനിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവർക്ക് സ്കോളർഷിപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. മെറിറ്റ് ബേസ്ഡ് ആണ് സ്കോളർഷിപ്പ് വരുന്നത്. ഇത് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെസ്മ ഇൻ്റർനാഷണൽ ത്രൂ പ്രോസസ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഡെസ്മയുടെ തന്നെ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഡെസ്മ എന്തൊക്കെ സർവീസസ് ആണ് ഈ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഓഫർ ചെയ്യുന്നത്? എന്തൊക്കെ സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്? നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഫ്രീ കൺസൾട്ടേഷനാണ്. ഫസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് +2 കംപ്ലീറ്റ് ആയിട്ട് നമ്മളെടുത്ത് വരുമ്പോൾ ആ ഒരു ഫ്രീ കൺസൾട്ടേഷൻ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കോഴ്സ് സെലക്ഷനും യൂണിവേഴ്സിറ്റി സെലക്ഷനും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് എങ്ങനെയാണ് ഇപ്പം ഒരു ക്യാൻഡിഡേറ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് കോഴ്സാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത്, ഏത് സ്ട്രീം വേണം. ഇപ്പം BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ പാരൻസിന് കുറച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട കേസസ് ഉണ്ട്. ലൈക്ക് ഏറ്റവും കുറഞ്ഞ ട്യൂഷൻ ഫീസിൽ അതെ അങ്ങനെ നോക്കുന്നവരുണ്ട്. അതുകൂടാതെ ഏറ്റവും കുറഞ്ഞ ഫീസിന് നല്ലൊരു കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റുമോ? BSc നഴ്സ് അറിയാലോ, അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. സോ ഏറ്റവും ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഏതാണ്, അങ്ങനെയുള്ള എല്ലാ
കാര്യങ്ങളും കോഴ്സ് സെലക്ഷനും യൂണിവേഴ്സിറ്റി സെലക്ഷനും നമ്മൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫണ്ടിൻ്റെ കാര്യത്തിൽ, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിസ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണൽ എക്സ്പേർട്ട് ടീമുണ്ട് സ്റ്റുഡൻറ്റ് വിസ ഫയൽ ചെയ്യാനായിട്ട്. സോ അതിൻ്റെ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സക്സസ്ഫുള്ളി നമുക്ക് വിസ എടുക്കാൻ പറ്റുക, എത്രയും പെട്ടെന്ന് നമുക്ക് വിസ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീ ഡിപ്പാർച്ചർ ക്ലാസ്സസ്, അപ്പം പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനൊക്കെ നമുക്ക് എക്സ്പേർട്ട് ടീമുണ്ട് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇത് കൂടാതെ നമ്മൾ അക്കോമഡേഷൻ അസിസ്റ്റൻസും എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ത്രൂ ഔട്ട് ഒരു എൻറ്റയർ പ്രോസസ്സിലും ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരവിടെ എത്തുന്നത് വരെയുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.